ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം തമിഴ്നയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എല്ലാവരും പറയുന്ന പോലെ തന്നെ ടഫായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോഡലിൽ കണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് പബ്ലിക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഓൾറെഡി എക്സാംസ് കഴിഞ്ഞിട്ടുള്ളത് 3 സബ്ജക്റ്റ് മാത്രമാണ്. ബയോ സയൻസുകാർക്കാവുമ്പോൾ ബോട്ടണി ആൻഡ് സുവോളജിയും കൂടെ ഒബ്വിയസ്ലി അവർക്കത് 4 എക്സാംസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സയൻസ് എടുത്തിട്ടുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് സുവോളജി പിന്നെയും എളുപ്പമുണ്ടായിരുന്നു, പക്ഷേ ബോട്ടണി ടഫായിരുന്നു എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാംസുകളിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്കതെല്ലാം ടഫായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ എക്സാം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് കഴിഞ്ഞത് ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും മോഡലിൻ്റെ അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. കുറച്ച് അതായത് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടത് പ്ലക്കാർഡ് മേക്കിംഗ് ഒക്കെ. ഇന്നേ വരെ നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു ചോദ്യം നമ്മൾ ആരും കണ്ടിട്ടില്ല, +2 സ്റ്റുഡൻസ് ആരും. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ, ഓരോ ചാപ്റ്റേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അതിൽ മെയിൻ പോയിൻറ്റ്സ് എന്താ, മെയിൻ ഇവൻ്റ് എന്താ, അതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ഓരോ ലെറ്റർ, ഇമെയിൽ, അതിൻ്റെയൊക്കെ ഫോമാറ്റും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഓരോ മാർക്കിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കണ്ടൻറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആണ് നമ്മുടെ മെയിൻ താരം ഫിസിക്സ് വരുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ ഇപ്പോൾ ഞാൻ ഇവിടെ 2 പേപ്പേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മോഡലിൻ്റെ പേപ്പറാണിത്. നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പേപ്പറാണ് ഇത്. ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ പേപ്പറാണ്. അതേപോലെ തന്നെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പറും ഇവിടെ ഉണ്ട്. അപ്പോൾ 2 പേപ്പേഴ്സുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൻ്റെ കേസിൽ മോഡൽ എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പബ്ലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടും മോഡലുമായിട്ട് യാതൊരു വിധത്തിൽ റിലേറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസുമാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പേപ്പറിലെ ഫിസിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ +1ഉം +2ഉം കടന്ന് സയൻസ് എടുത്ത് പഠിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്, SI യൂണിറ്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പോലെ തന്നെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിറൈവ് ഇന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ടാണ് ഡെറിവേഷൻസ് പോലും നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ പേപ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 വേർഡുകൾ പിന്നെയും കുഴപ്പമില്ല, 2 മാർക്കിൻ്റെ സെക്ഷനും അത്യാവശ്യം ടഫായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ 5 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ പറഞ്ഞാൽ നമുക്ക് 2 ആൻസർ ചെയ്താൽ ബാക്കി 2 ആൻസർ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന് ശേഷം വരുന്നതാണ് നമ്മുടെ കെമിസ്ട്രി. അപ്പോൾ നമ്മുടെ കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. കാരണം മോഡലിന് ചോദിച്ച പോലെ ആയിരുന്നില്ല. മോഡലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡയറക്റ്റായിട്ടായിരുന്നു നമുക്ക് ഓർഗാനിക്കലത്തെ റിയാക്ഷൻസ് പോലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ പിന്നെയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ ഡയറക്റ്റായിട്ടും സിമ്പിളായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അത്ര പോലും നമ്മൾ കെമിസ്ട്രിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിനെക്കാട്ടിലും ടഫായിട്ടാണ് എനിക്ക് കെമിസ്ട്രി പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ബയോളജിയുടെ കാര്യം എനിക്കറിയില്ല. ഈ 3 എക്സാംസാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് മാത്സാണ്. അതിനി എന്താവും എന്നുള്ളത് ഒരു പിടിയില്ല. ഈ രീതിക്കായിരിക്കും എന്നറിയില്ല. കാരണം മാത്സിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ മോഡൽ എക്സാം വന്നിട്ട് വളരെയധികം എളുപ്പമായിരുന്നു. നമ്മൾ ടെക്സ്റ്റിലും ഒക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ വർക്ക് ചെയ്ത് പ്രീവിയസ് ഇയറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഒക്കെ പരീക്ഷയ്ക്ക് പോയ കുട്ടികൾക്ക് എന്തായാലും വളരെയധികം സങ്കടം തന്നെയാണ്. കാരണം ഫസ്റ്റത്തെ ആ ഒരു
ഭാഗവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോയിട്ട് നമ്മൾ തന്നെ ഡൗൺ ആയി. ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് പോലും നമുക്ക് നേരെ ആൻസർ എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് പറ്റിയത്. പിന്നെ ഇപ്പോൾ ഫിസിക്സിന് എന്ന് പറഞ്ഞാലും മുന്നേ, അതായത് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആകെ ഫിസിക്സിന് ആകെ കിട്ടിയിട്ടുള്ള സ്റ്റഡി ലീവ് ഒരേ ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ 14 ചാപ്റ്ററും അതിൽ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് പക്ഷേ ഇങ്ങനെ ആയി പോവുക എന്ന് പറയുമ്പോൾ നമുക്കും അത് ഒരു സങ്കടം തന്നെയാണ്. പിന്നെ ബയോളജിക്കാർക്ക് എനിക്ക് തോന്നുന്നു കെമിസ്ട്രിക്ക് അധികം ലീവ് കിട്ടിയിട്ടില്ല. 1-2 ദിവസം തന്നെയാണ് അവർക്ക് കെമിസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ സയൻസുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതും ഫിസിക്സ് കഴിഞ്ഞതും കറക്റ്റ് ഒരു 4 ഡേയ്സ് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഇരുന്ന് പഠിച്ചിട്ടും നമുക്ക് നേരെ തിരിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതും എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആകെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം ഉയർത്തണം എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം നിലവാരം ഉയർത്തിയത് ഈ പബ്ലിക് എക്സാമിൽ മാത്രം നിലവാരം ഉയർത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഒന്നില്ലെങ്കിൽ ഇവർ നമുക്ക് മോഡലെങ്കിലും അങ്ങനെ തരണമായിരുന്നു. കാരണം മോഡൽ വളരെ ഈസി ആക്കിയിട്ട് പബ്ലിക് ഇത്രയും ടഫ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു മോഡൽ എക്സാമിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല ശരിക്കും പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ എന്തിനാണ് മോഡൽ എക്സാം നമ്മൾ നടത്തുന്നത്? അപ്പോൾ മോഡൽ എക്സാം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു രീതിയിൽ ടഫായിട്ട് തന്നിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു മുന്നറിയിപ്പ് നമുക്ക് തരാമായിരുന്നു നമ്മൾ സ്റ്റുഡൻസിന് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ, ഇപ്പോൾ ഇതേപോലെ തന്നെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കണം ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർക്ക് പറയായിരുന്നു, +1 +2 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ന സിലബസ് തന്നെ ഫോളോ ചെയ്യണം, ഇന്ന ടെക്സ്റ്റ് തന്നെ യൂസ് ചെയ്ത് പഠിപ്പിക്കണം, അങ്ങനത്തെ ആ ഒരു രീതിയിൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം ഒക്കെ അതേ രീതിയിലുള്ള ടെസ്റ്റുകൾ അത്രയും ടഫായിട്ടുള്ളത് തന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് പിള്ളേർക്ക് വരില്ലായിരുന്നു. കുറച്ചും കൂടി അവർക്ക് ഒന്നുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ 2023-25 ബാച്ചുകാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ബാച്ച്, നമ്മുടെ ഈ ഒരു ബാച്ച് എന്താ പറയുക, ഒരു വല്ലാത്ത ബാച്ചാണ്. കാരണം എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മുടെ മേലെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെപ്റ്റംബറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ മാർച്ചിൽ മെയിൻ എക്സാമിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ചാണ് നമ്മൾ 2023-25 ബാച്ച്. അതുമാത്രമല്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ കൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പാറ്റേൺ മാറ്റുന്നതും ഒക്കെ. അപ്പോൾ ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല. എന്തായാലും എല്ലാവർക്കും എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡോണ്ട് ലൂസ് ഹോപ്പ്, വർക്ക് ഹാർഡ്, അത്രയേ ഉള്ളൂ. ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്, അത്രയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ നമുക്ക് വാല്യുവേഷൻ ലിബറലാക്കി തരും, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാംസ് എങ്കിലും നോർമൽ പോലെ ആക്കി തരും എന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.